ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ 3:45 എണീച്ചാണ് കേട്ടോ. അപ്പോൾ 3:45 എണീച്ചിട്ടുള്ള പരിപാടികളാണ് ഇത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിയൊക്കെ ആയി ഫസ്റ്റത്തെ തട്ടെടുത്തു കേട്ടോ. അപ്പം എന്തായാലും ചായയൊക്കെ ആദ്യം റെഡിയാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പം ഇന്ന് രാജേഷേട്ടന് മലയിലാണ് കേട്ടോ പണി. അപ്പം ഇന്ന് നേരത്തെ പോകണം, 6 മണിയാകുമ്പോഴത്തേനും പോകണം. 5:45 കഴിഞ്ഞ ടൈമിനാകുമ്പോഴത്തേനും പോകണം കേട്ടോ. അപ്പം എന്നാൽ അവർ 3 പേരുണ്ട് പണിക്കാർ. അപ്പോൾ അവർക്കുള്ള രാവിലേക്കുള്ള ഫുഡ് കേട്ടോ, 3 പേർക്കുള്ള ഫുഡ്. പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് ഉള്ള ചോറ് ഒരാൾ കൊണ്ടുവരും കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോയാലും എന്തായാലും നടക്കില്ലല്ലോ. നമുക്ക് ചോറും ഇതിൻ്റെ കൂടെ അതേപോലെ തന്നെ 10 മണിക്കുള്ളതും കൂടി ഒന്നിച്ചാക്കൽ എന്തായാലും നടക്കില്ല. അപ്പോൾ അവരെന്നെ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു വീട്ടിൽ നിന്ന് അങ്ങനെ 10 മണിക്കുള്ളത് ഫുഡ് ആക്കി കൊടുക്കൂട്ടോ. ചായയും അതേപോലെ കഴിക്കാനുള്ളത് അതിന് കറി എന്താ വെച്ചെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കൂട്ടോ. അപ്പം അങ്ങനെയാണ് ഉച്ചയ്ക്കുള്ളത്. അവർ ചോറും കറികളൊക്കെ അവർ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അപ്പം എന്തായാലും ഇന്നിപ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിയും ചായ, പാലൊക്കെ ഒഴിച്ച ചായയാണ് കേട്ടോ. ആദ്യം കാപ്പിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചൂടല്ലേ, ഇടയ്ക്കൊക്കെ വെച്ച് ചായ കുടിക്കുമായിരുന്നു, ചായയൊക്കെ കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ചൂട് കാരണം ഇപ്പോൾ കാപ്പി ഞാൻ കൊടുത്തു വിടുന്നില്ല. കാപ്പി വേണ്ട പറഞ്ഞു. കാരണം എന്താ ഒരു അന്തരീക്ഷം ചൂട്, കാപ്പിയും കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടേ പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ തലയൊക്കെ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രൈപോഡ് ചെറിയൊരു കാലോട് കിട്ടും. അപ്പോൾ ആള് വെച്ചോടത്തൊന്നും നേരെ നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ട്രൈപോഡ് ഒരു സൈഡിൽ അങ്ങനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ, അതുകൊണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ ചിലത് ഇതുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് പുലർച്ചയായിട്ട് ഏർലി മോർണിംഗ് മുതലുള്ള നമ്മുടെ വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഫസ്റ്റത്തെ തട്ടൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ ഉള്ളി, സവോള എന്ന ചമ്മന്തി മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് തക്കാളിയും അതേപോലെ സവോളയും കൂടി വഴറ്റിയിട്ടുള്ള ഉള്ളി ചമ്മന്തി ഇല്ലേ, അപ്പോൾ അതാണ് കേട്ടോ വെക്കുന്നത്. അത് മതി കറി പറഞ്ഞു. ചട്നി വേണ്ട പറഞ്ഞു കേട്ടോ. തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള ചട്നി വേണ്ടെന്ന്. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടേ ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ സെക്കൻഡ് ട്രിപ്പൊക്കെ അത് അടുപ്പത്ത് വെച്ചു. ചായ അങ്ങനെ ഇതാ ആക്കി പകുതിയെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ രാജേഷേട്ടന് കുടിക്കാനുള്ള എണീക്കുമ്പോൾ എന്തായാലും ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം കുടിക്കാനുള്ള ചായ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ രസം കേൾക്കണമോ മക്കളെ, ഇന്ന് വലിയ ട്വിസ്റ്റ് വരാനുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസിൽ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെ നമ്മളിതാ സെക്കൻഡ് ട്രിപ്പ് അടുപ്പത്ത് വെച്ചു. ഞാൻ എന്തായാലും ഇനി ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഉള്ളി, സവോള അരിയണം, തക്കാളി അരിയണം. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ എണീച്ചതല്ലേ, കണ്ണൊക്കെ അങ്ങനെ അടഞ്ഞു പോവുക കേട്ടോ. അടഞ്ഞു പോകാറിട്ടുണ്ടെങ്കിൽ ചൂടും നമുക്ക് രാത്രി ഉറക്കമൊന്നും ശരിക്കും കിട്ടുന്നുമില്ലല്ലോ. ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നേരം വഴുകും ചെയ്യുക, മോളെ ഉറങ്ങാനും വഴുകുക, കുഞ്ഞാറ്റ ഉറങ്ങുമ്പോഴത്തേനും ഒരുപാട് വഴുകും. പിന്നെ അതേപോലെ തന്നെ ചൂട് കാരണമാണ് നമുക്കും നമ്മുടെ ബുദ്ധിമുട്ട് ഇപ്പോൾ നമുക്കറിയില്ല. അതേപോലെ തന്നെ കേട്ടോ കുട്ടികളുടെ കാര്യം. അങ്ങനെ സെക്കൻഡ് ട്രിപ്പൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ ചായയും കുടിച്ച് ചെന്നപ്പോഴത്തേനും ഗ്യാസ് തീർന്നു മക്കളെ. പിന്നെ ഞാൻ പുറത്ത് അടുപ്പിൽ വന്ന് തീ പിടിപ്പിച്ച്, പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സങ്കടമല്ല കേട്ടോ. നമ്മളെ സ്റ്റീലിൻ്റെ അല്ലേ നമ്മുടെ ഇഡ്ഡലി പാത്രം. അപ്പം അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് കരി പിടിപ്പിക്കണ്ടേന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെ വിഷമം കേട്ടോ. വിഷമിച്ചിട്ട് ഇപ്പോൾ കാര്യമല്ല, കാര്യം നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ. പിന്നെ അലുമിനിയത്തിൻ്റെ ഉണ്ട് ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഹോളുള്ളത് കൊണ്ട് അതിന് തുണിയൊക്കെ വെച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ എന്തായാലും ഈ ധൃതി പിടിച്ച് പോക്കിന് എന്തായാലും ഇപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. നമ്മളെ കൊണ്ട് എത്തില്ല. കാരണം ചായ ഉണ്ടാക്കണം, കഴിക്കാൻ എന്തായാലും ഉണ്ടാക്കി 5:45 പോകണം കേട്ടോ. അപ്പോൾ എല്ലാം അതിനിടയിൽ ധോനി ബേബി എണീച്ച് കരഞ്ഞ് 2 പ്രാവശ്യം കരയും ചെയ്തു കേട്ടോ. കരഞ്ഞിട്ട് അവളെ ഫീഡ് ചെയ്യാൻ പോയി. അത് അവൾ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടക്കും, നമ്മളെ എണീക്കാനും സമ്മതിക്കില്ല. അവൾ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം പോയി കേട്ടോ. അങ്ങനെ ഇതപ്പം നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ഇത് അങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുക. തീയൊക്കെ മൂട്ടി ഞാൻ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേന് ഇത് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേന് അമ്മായി ഇത് എണീറ്റ് വന്നിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി അമ്മായി ഇനി തീ പൂട്ടാനുള്ള തയ്യാറെടുപ്പിൽ. ഞാനെന്തായാലും 2 അടുപ്പിൽ വെണ്ണീറൊക്കെ കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മായി വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഈ 2 സൈഡിൽ ഇവരിങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നിറച്ച് വെക്കും പാത്രങ്ങളിൽ. അപ്പോൾ പൈപ്പ് ഉണ്ടെങ്കിലും വെള്ളം ഇങ്ങനെ പിടിച്ച് വെക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അതിങ്ങനെ ഇതാക്കാനൊന്നും പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാനും ബുദ്ധിമുട്ട്, തട്ടിയിട്ടും തടഞ്ഞിട്ട് പെട്ടെന്ന് അർജൻറ്റ് പിടിച്ചിട്ടൊക്കെ എന്തെങ്കിലും പണിയെടുക്കാനും ഓടാനോ ഒന്നും നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ തട്ടി തൂവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ കണ്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ അടുപ്പിൻ്റെ അവിടെയൊക്കെ പണിയെടുക്കുന്നത് കേട്ടോ. പിന്നെ അവർക്ക് പല്ല് തേക്കാനും അതുപോലെ ബാത്റൂമിൽ പോകാനൊക്കെ ചിലർക്കൊക്കെ ചൂടുവെള്ളം വേണം. പിന്നെ ഒരാൾക്ക് കുളിക്കാനുള്ള വെള്ളം, തലയിൽ ഒഴിക്കാനുള്ള വെള്ളം, പിന്നെ
അങ്ങനെ ചോറ് തിളപ്പിച്ചൂറ്റാനുള്ള വെള്ളമാണ് ആദ്യം വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടോ ഒരു അടുപ്പിൻ്റെ 4 പറപ്പം ഈ അടുപ്പ് ഒഴിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ 4 സൈഡും കലങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സവോളയും തക്കാളിയൊക്കെ നുറുക്കി ഞാൻ പെട്ടെന്ന് വാട്ടാൻ വെച്ചു കേട്ടോ. അപ്പോഴത്തേന് തന്നെ ഏട്ടന് എണീറ്റ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് നേരം വൈകിട്ടുണ്ടായിരുന്നു. അവർ വിളിയായിരുന്നു, വന്നില്ലേ ഇറങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടേ കൂടെ ഉള്ളവരെ. കാരണം നേരം വൈകി, നമ്മൾ തീയൊക്കെ പൂട്ടിയിട്ട് വേണ്ടേ. അപ്പോഴത്തേനും ഞാനപ്പോഴത്തേനും ചമ്മന്തി അരയ്ക്കാൻ, ഇത് ചൂടാറും വേണ്ടേ, അടുപ്പത്തുനിന്ന് അങ്ങനെ ഇറക്കിയിട്ട് എന്തായാലും അരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്ന് ചൂടാറണ്ടേന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൻ മിക്സിയൊക്കെ വേഗം എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ വെയിറ്റ് ചെയ്യാണ് കഴിക്കാനുള്ളത്. ഫ്ലാസ്കും ചായയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. സെഞ്ചിയിലൊക്കെ ആക്കിയിട്ട് ഏട്ടൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കണം. അങ്ങനെ ചൂടൊന്നും ആറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് പിന്നെ ചമ്മന്തിയൊക്കെ ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അരച്ചു കേട്ടോ. അപ്പോൾ അരച്ച് അങ്ങനെ എല്ലാം പാത്രത്തിലാക്കിയത് സെഞ്ചിയൊക്കെ എടുത്ത് അങ്ങനെ ഏട്ടൻ വണ്ടിയിലെടുത്ത് വെക്കുകയാണ്. പിന്നെ എല്ലാം അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മിഷീനും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. നേരം വൈകിട്ടും ഇന്ന് പോയപ്പോഴത്തേനും അതുകൊണ്ട് ഇന്നൊരു 6 മണിയായിട്ടോ, അല്ലെങ്കിൽ 5:45 പോണതാണ്. ഏറ്റവും മുകളിലാണ് പണി കേട്ടോ. അപ്പം അങ്ങനെ ഒരു 5:45 കഴിഞ്ഞ സമയത്ത് 6 മണിക്ക് 5 മിനിറ്റ് ഉള്ള സമയത്ത് ഏട്ടൻ പോയിട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ളതൊക്കെ പിന്നെ അമ്മായി കഴിച്ചോറും പിന്നെ ചെറിയൊരു കറിയൊക്കെ വെച്ച് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് കിട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങിക്കതോ ബേബി. പിന്നെ ഏട്ടൻ പോയതിന് ശേഷം പിന്നെ ഇവിടെ കുളിപ്പിക്കൽ, കഴിക്കാൻ കൊടുക്കൽ, അങ്ങനെ അല്ലറ ചില്ലറ അലക്കൽ, അങ്ങനെ ഓരോരോ പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. അപ്പം അങ്ങനെ അവൾ എണീറ്റ് വന്ന് 3 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കേട്ടോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛമ്മയും കുട്ടിയും കൂടി. പിന്നെ ഒരു 3:30 ആയ ടൈമിന് രാജേഷ് ഏട്ടൻ പണി മാറ്റിയിട്ട് വന്നു. അപ്പോഴത്തേന് ഏട്ടൻ്റെ വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ടപ്പോഴത്തേന് ആൾ പാഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ചാന്നൊക്കെ വിളിച്ച് വന്ന് കുറച്ച് നേരം ആ കല്ലിലൊക്കെ ഒന്ന് കളിച്ചു. കല്ലും മണ്ണും കണ്ടാൽ പിന്നെ ആൾ വിടുകയല്ല കേട്ടോ, പ്രത്യേകിച്ച് വെള്ളം. അങ്ങനെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകുന്നൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ അടുത്ത് തന്നെ വന്നു കേട്ടോ. കല്ല് പെറുക്കി കളിക്കുകയാണ്. അങ്ങനെ മോളെയും വന്ന് എടുത്തിട്ട് പിന്നെ ഏട്ടൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്. അപ്പോഴത്തേനും എന്തായാലും ഗ്യാസ് കഴിഞ്ഞിരിക്കുകയല്ലേ. ഗ്യാസ് കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ആകെ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ കാപ്പിയും ചായയും എല്ലാം കൂടി ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് ഏട്ടൻ വരുമ്പോൾ കുറച്ച് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാക്കറ്റ് പാല് കൊണ്ടുവന്നു. ആ പാലിനി ചായ വെക്കണം കേട്ടോ, ആ പാലും കൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് കഴിക്കാൻ അവൾ വേറൊന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ നൂഡിൽസ് ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കണം കേട്ടോ. ഇനി അടുപ്പത്ത് ഞാൻ എന്തായാലും ഇനി അത് നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. ചായ വെച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതെന്തായാലും അരിച്ചു വെച്ചിട്ടില്ല. ഇനി അമ്മായി അവിടെ വെള്ളം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഇനിയുള്ള പാത്രങ്ങൾ കൂടെ ഒക്കെ ഇനി വെള്ളം പിടിച്ച് വെക്കും 34. അപ്പോൾ ഇത് കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ 2 സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ചൊക്കെ വെക്കും കേട്ടോ ആൾ. അപ്പോൾ ധോനി ബേബിയും തന്നെ ഇനി അത് ഇപ്പോൾ അവൾ എടുത്ത് കളിക്കുകയാണ് കേട്ടോ വെള്ളം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കാണെങ്കിൽ ഇത്തിരി വെള്ളം കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട കേട്ടോ. ആൾ വെള്ളം കണ്ടാൽ പോവുകയല്ല, അതേപോലെ കല്ലും. അപ്പോൾ അങ്ങനെ ആൾ ഒരു സൈഡ് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനങ്ങനെ നൂഡിൽസൊക്കെ ആയി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറട്ടെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഇനി ചായ എല്ലാം അരിച്ച് ഓരോരുത്തർക്കുള്ള പാത്രങ്ങളിലാക്കണം കേട്ടോ. 2 കപ്പിലുള്ളത് ആക്കി ഇനി ഒരു മൊന്തയിലും ഇനി ഒരു തൂക്ക് പാത്രത്തിലും കൂടി ആക്കണം കേട്ടോ. അപ്പം എങ്ങനെ എല്ലാവർക്കും ഉള്ള ഓരി ഒക്കെ വെച്ച് ഇനി അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കണേ. അപ്പം ഇനി അതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് വേണം കുട്ടിക്കുള്ളത് കഴിക്കാൻ കൊടുക്കാൻ. അപ്പം ഇനി കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുമ്പോഴത്തേന് എന്തായാലും അത് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ചൂടോടെ കഴിക്കൂല, കുറച്ച് ചൂടാറിയാലേ കഴിക്കുകയും ചെയ്യുള്ളൂ. ഒരു ഇളം ചൂടുണ്ടെങ്കിലും അവൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആ സമയം കൊണ്ട് ഇത് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾക്ക് ചായ ആറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെന്ത് ചെയ്താലും നമുക്ക് കുറ്റങ്ങളെ ഉണ്ടാവുള്ളൂ. കുറ്റങ്ങൾ എന്നല്ല പറയണത്, നമ്മളെ എന്താ പറയുക, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് നമ്മളോട് ചിരിക്കാനും കളിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മുടെ മുമ്പിൽ നിന്ന് പുറംതിരിഞ്ഞ് പോകുമ്പോഴായിരിക്കും നമ്മളെ കളിയാക്കാനും പരിഹസിക്കാനൊക്കെ ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് നോക്കിയാലും എങ്ങനെ എന്ത് ചെയ്താലും നമുക്ക് കുറ്റങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ എന്തിനാ നമ്മൾ വെറുതെ വഴി വെച്ച് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളാരോടും ഒരു പരാതിയും ഒന്നും പറയാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾ നിങ്ങളോടാണ് കേട്ടോ പറയും. കാരണം നിങ്ങളുടെ സപ്പോർട്ടിങ് ഒക്കെ ആണല്ലോ ഇപ്പോൾ നമ്മളിവിടെ വരെയൊക്കെ എത്തിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും വില കൽപ്പിക്കുന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സപ്പോർട്ടിങ്ങിനും കൂടെ നിൽക്കാൻ എന്തായാലും രാജേഷ് ഏട്ടനുണ്ട്. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ വേറെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ലല്ലോ. കാരണം നമുക്ക് അവരെ ബോധിപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നായി. അപ്പോഴത്തേനാണ് രാജേഷ് ഏട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഇങ്ങനെ കോച്ചി വലിക്കുകയാണ് കാലിന്ന് പറഞ്ഞിട്ട്. ഏട്ടൻ തീരെ വയ്യാതെ പാവം മല
കയറിയിട്ടൊന്ന് ഉച്ചയ്ക്കും അങ്ങനെ ഉണ്ടായി, വേറെ കൂടെയുള്ളൊരു ആൾക്കും അങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ വേഗം കാല് കൊണ്ടുവന്ന് തന്നു. അപ്പം അങ്ങനെ വിരലൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ. കുട്ടിയും പാവം ആകെ പേടിച്ചു. കുട്ടിയും വന്ന് ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ മസാജ് ചെയ്ത് അങ്ങനെ വലിച്ചിങ്ങനെ പിടിച്ചപ്പോൾ ഏട്ടന് കുറച്ചൊരു സമാധാനം ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ എന്തായാലും ഇങ്ങനെ കോച്ചി വലിക്കുകയാണ്. നല്ല കോച്ചി വലിപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി നാളെ മുതൽ കുറച്ച് നാരങ്ങ വെള്ളം കൊണ്ടുപോകണം കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം ഇനി വൈകിട്ടുള്ള ഒത്തിരി നാരങ്ങയൊക്കെ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ രാവിലെ ഗ്യാസ് തീർന്നതല്ലേ, ഇനിയിപ്പോൾ എന്തായാലും കുറ്റി അവിടെ കൊണ്ടുപോയി വെക്കട്ടെ എന്ന്, റോഡിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പം ഇനി എന്തായാലും അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിലാണ് അടുത്ത കുറ്റിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അതാ ഏട്ടനെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ അതാ ഞാൻ ബാക്കിയുള്ള ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവൾക്കുള്ള കോറ വിരകണം, കോറ അരയ്ക്കണം, അത് ഊറാൻ വെക്കണം, ഇനി കുളിക്കണം. ഈ ചൂടൊക്കെ കാരണം നമുക്ക് എത്ര പാതിരാത്രിക്ക് കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോഴത്തേന് വേർത്ത് കുളിക്കും. അങ്ങനെ അതാ കോറയൊക്കെ അരച്ച് വെച്ച് അടിച്ച് വാരുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഏട്ടൻ പിന്നെ എന്താണ് അവർ വന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാസും കൊണ്ടുവന്ന് അങ്ങനെ അത് ഫിറ്റ് ചെയ്യാം. അങ്ങനെ അത് ഫിറ്റ് ചെയ്യുമ്പോൾ ഏട്ടന് ആദ്യം ഇങ്ങനെ ഇതിൻ്റെ വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.